ചേച്ചി എന്തിനാ ബസ്സേ? വാളിച്ചേട്ടില്ലേ? അയ്യോ, ബാലു നെയ്യാറ്റിങ്കര പോയിരിക്കാനുള്ള. ചേച്ചി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ? ശരിയെന്നാ ചേച്ചി, ഞാൻ പോട്ടേന്നാ. അവിടെ നിന്നേ. അവൻ ഇപ്പൊ ഉണ്ടോ അവിടെ? പിന്നെ അവിടെ ചെന്നാ കാണാൻ പറ്റുമോ? ആ, ഒരു 5:30 മണി വരെ ഉണ്ടാവും. ഒരു ഓട്ടോ വിളിച്ചു തരുമോ? പോവാം. ഇപ്പൊ വരാം. കടയിൽ പോവാ, ഇപ്പൊ വരാം. വേണ്ട. ഹലോ അച്ഛാ, ഞാനിതിപ്പോൾ വീട്ടിലോട്ട് ഡാൻസ് പ്രാക്ടീസും കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. ആ, അമ്മൂമ്മക്ക് എങ്ങനെയുണ്ട്? ആ, ഓക്കെ. വീട്ടിലാ? ആ, ശരി അച്ഛാ, ശരി, ഓക്കെ. ഇത് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോൾ എത്തും വീട്ടിലെത്തും. ശരി അച്ഛാ, ഓക്കെ. എന്താണ് എല്ലാവരും സൈലന്റ് ആയിരിക്കണേ? അമ്മ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? ഓ, പറഞ്ഞ് പെരുമാറാൻ അറിയാല്ലേ? നല്ല ദാഹം. കേട്ടാമേ, അടുത്ത മാസം 3 പ്രോഗ്രാം ഒരുമിച്ച് വന്നിട്ട് 3 കൂടി നല്ല എമൗണ്ട് കിട്ടും. ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. നോക്ക്, ചെറിയ എനിക്ക് 400 രൂപ തന്നുണ്ട്. അവൻ എനിക്ക് 500 രൂപ തരാനുണ്ടായിരുന്നു. പക്ഷെ അവനിപ്പോ 400 രൂപ തരാൻ പറ്റുള്ളൂ. ഇപ്പൊ തൽക്കാലം ഇത് എടുത്തു. എന്നാ ഇതും കൂടി അതിനൊപ്പം വെച്ചോ. വയ്ക്കടി. അമ്മ നോക്കിയോ, ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ നല്ലൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സിൽ പഠിപ്പിക്കും. അയ്യോ, കഴുത്തുനിന്ന് സൗണ്ടൊക്കെ വരുന്നുണ്ട്. നല്ല പ്രാക്ടീസ് ആയിരുന്നില്ലേ? തലകുത്തി മറിയലും പല സ്റ്റെപ്പ്. വിഷ്ണു, ഇങ്ങോട്ട് വന്ന്. എന്താ മേ? എത്ര മണിക്ക് തുടങ്ങി റിഹേഴ്സൽ? 9 മണി കഴിഞ്ഞ്, രാവിലെ 9 മണി കഴിഞ്ഞ് തുടങ്ങി. കഴിഞ്ഞപ്പോഴാ? ഇച്ചിരി മുമ്പ്. നാളെ അരിഗോ ഡൗണിലാണോ അല്ലെങ്കിൽ മാർക്കറ്റിലാണോ റിഹേഴ്സൽ? കരയല്ലേ? നോക്ക് എടി, ഞാൻ നിന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ അതിൽ വല്ല അർത്ഥമുണ്ടോ? എനിക്ക് വേണ്ടി പാറമടയിൽ പാറ ചുമക്കാൻ പോയ അച്ഛൻ്റെ മോനാണ് ഞാൻ. എനിക്ക് ഏത് ജോലി എടുക്കാനും ഒരു ഈഗോ ഇല്ല. നമ്മളെയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നല്ല രീതിയിൽ തന്നെ വളർത്തിയിരിക്കണം. എനിക്ക് ജോലി എടുക്കാൻ തോന്നി, ഞാൻ പോയി ചെയ്തു. അതിലിപ്പോ എന്ത് തെറ്റെന്ത്? കലക്കിയാട്ടാ, ചേട്ടൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഒപ്പിച്ചാൽ ഞാൻ ചെയ്യാം. അയ്യോ, നടക്കില്ല മോനെ. ബാലവേലയ്ക്ക് ഒരു സാധ്യതയില്ല, നോക്കണ്ട. എന്ത് ബാലവേല? പഠിത്തത്തിനൊപ്പം തൊഴിൽ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഗാന്ധിജിയുടെ മണ്ണാടി ഇത്. കേശു, നിനക്ക് വിശക്കുണ്ടാടാ? ചേട്ടൻ നമ്മുടെ ഗുരു
ഗുരുവേ വന്ദനം. എവിടെ അവൻ എവിടെ പോയി കിടക്കണം? വരണമില്ലല്ലോ, 8:50 സമയം. ഈ പണിക്കൊക്കെ പോകുമ്പോഴേ കൃത്യനിഷ്ഠത വേണം, പ്രത്യേകിച്ച് ഫസ്റ്റ് ദിവസം. എടാ ഈ പെയിന്റിങ്ങിന് പോയാലേ ദേഹത്തൊക്കെ പെയിന്റ് പറ്റത്തില്ലയോ? ഞാൻ പെയിന്റിങ്ങിനോടെന്നപ്പോ പറഞ്ഞു പുട്ടി അടിക്കാൻ പോണം മുമ്മ. പുട്ടിയിട്ട് കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. പറഞ്ഞൊക്കെ ഉള്ളതാണോടെ? അതോ വല്ല ചുമട് ചുമക്കാൻ പോണതാണോ? ചുമട് ചുമക്കാനാ? ആ അല്ല, പണ്ട് ഇതേപോലെ ഒരാൾ ഇവിടുന്ന് ഷൂസും ടൈയൊക്കെ കെട്ടി പോയതാണ്. എന്നിട്ട് പറ പൊട്ടിക്കാനാണ് പോയത്, അതുകൊണ്ട് ചോദിച്ചതാ. അത് അച്ഛൻ്റെ ആംബിയർ നമുക്കുണ്ടാ? നമ്മള് നൈറ്റ്സിലല്ലേ നിൽക്കുള്ളൂ. അച്ഛൻ നല്ല കട കഴി പുല്ലുവല്ല പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെയാണോ? ചേച്ചി മൊത്തം നമ്മുടെ പിള്ളേരല്ലേ, അവന്മാര് പണിയെടുത്തോളും. നമ്മള് നൈസിൽ മൂലൊക്കെ നിന്ന് കൊടുത്തേച്ചാൽ മതി. പിന്നെ ഇടയ്ക്ക് വല്ലതും ചിലപ്പോൾ ഡേ ആ പുട്ടിയും കിട്ടുന്നുണ്ട് കലക്കിത്താന്ന് പറഞ്ഞാൽ കലക്കിയും കൊടുക്കണം. കഴിഞ്ഞ പരിപാടി 900 dirhams. മാസോ? ദിവസം 900 രൂപ. ദിവസം 900 രൂപ. വല്ല പണിക്കും പോയിരുന്നല്ലേ? അയ്യ, പണിക്ക് പോകാൻ പറ്റിയൊരു സാധനം ഞാൻ ഇരിക്കണേ. അതാണ്ട് കേട്ടോ, അവിടെ അല്ലെങ്കിൽ തന്നെ ആളെണ്ണം കൂടുതലാണ്. അല്ല മക്കളെ യേശുവേ, നമുക്ക് കടം തീർക്കാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ലേ? വേറെ എന്തിനു വയ്യടി? എനിക്ക് വയ്യടി ഈ കാശുള്ളവരുടെ ഫ്രണ്ടിൽ പോയി കൈ നീട്ടാനേ. കൈ നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പുച്ഛം കാണണം, അവരുടെ അഹങ്കാരം കാണണം, അവരുടെ ഉപദേശം കേൾക്കണം. നിങ്ങളല്ലേട്ടോ ഞാൻ കാശുള്ളവരുടെ കാര്യം പറഞ്ഞു. ഈ കയ്യില് പൈസ ഇങ്ങനെ പൂത്തി പൂത്തി വെച്ചിട്ടും തരാത്ത ഈ ഗൾഫിലെ പൈസയൊക്കെ കുറെ കാണുമല്ലോ അക്കൗണ്ടില്. ഫോണ് നമ്മൾ പണിയെടുത്ത് ജീവിച്ചോളാവേ. തൊഴിലാളി എങ്ങനെ? തൊഴിലാളി ഉലക തൊഴിലാളികൾ വാഴുക. കണ്ട് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ബാക്കി കാര്യം ഞാൻ ഏറ്റി. അതങ്ങനെയാണല്ലേ? പിന്നെ ഇനി എപ്പോ ബാക്കി പണി എവിടെ? ബാക്കി പണിന്ന് വെച്ചാലേ ഇനി മോളിൽ കയറി നിന്നിട്ടുള്ള പണികളാ. അതിനിപ്പോ നീ ഇടപെടണ്ട, ഞാൻ കയറി ചെയ്തോളാം. മോളിൽ കയറി എന്നുള്ള പണി ആര് ചെയ്യുമെന്ന്? ഞാന്. അയ്യ, ഞാൻ ഇരിക്കണ്. ഡേയ്, നിനക്ക് ഹൈറ്റ് പേടിയല്ലടാ? അത് ഇടയ്ക്ക് എന്തോ കുറച്ച് കുറച്ചേടെ. ഈ ഇടയ്ക്ക് മറ്റേ സതീഷ് അണ്ണന്റെ വീട് പണിയാൻ പോയപ്പോ നീ ഏതോ ഏണി കയറിയെന്ന് കാല് പുറത്ത് തറ വീണെന്ന് പറഞ്ഞല്ലേ അങ്ങേര്? എല്ലാരും അറിഞ്ഞല്ലേ? എല്ലാരും അറിഞ്ഞ്. അയ്യോ നാണെന്ന് കച്ചി. ഞാൻ കയറുന്നോളാം, കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ സാധനം എടുത്ത് തന്നാ മതി. ഞാൻ ഏണി തൂക്കടാടി. ഏണിയാ എടുത്തോളാം. എന്റെ അടുത്ത് കള്ളപ്പണി എന്ന് പറഞ്ഞിട്ട് എവനാണ് ഫുള്ള് കള്ളപ്പണി. ആമാ ഇല്ല, ഞാൻ 2 ദിവസം കഴിയുമ്പോഴേക്കും കുഴിപ്പുറത്തേക്ക് എത്തും. ആ ഞാൻ പുറത്താ. അതൊരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ജംഗ്ഷനിൽ, അത് മേടിക്കാൻ പോയതാ. പക്ഷെ ആ ചേച്ചി തയ്ച്ചു കഴിഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാവേ. നീ ആ ബാക്കി പുട്ടിയോടത്ത് കലക്കി വൈ. അത് ഞാൻ നോക്കിക്കൊള്ളാളിയാ, നീ എവിടെ നോക്കി കണ്ടൊക്കെ നിക്കണേ. പിന്നെ ഇതൊക്കെ ഒരു ഹൈറ്റാടാ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ്. നീ ഒരുപാട് ചാടല്ലേ അളിയാ, മനസ്സ് പതർന്ന്. ഏച്ചി പോടാ ഇവിടുന്ന്. ഇവിടെ എന്റെ കാല് പതറണം, അപ്പഴാ അവന്റെ മനസ്സ്. നോക്കണേ. എന്റെ പൊന്നു മുരളിനെ, സത്യമായിട്ട് ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഫോൺ എടുത്തതേ ഉള്ളൂ. പിന്നെ നീ വിളിച്ചത് ഞാൻ കാണാതിരിക്കുവോ? ഞാനങ്ങനെ എടുത്തതാ. ഞാൻ തന്നെ പണിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലോടെത്തണ്. പച്ചക്കറി മേടിക്കാൻ വേണ്ടി കയറിയത്. പണിക്കോ? പിന്നെ പണിക്ക് പോകണ്ട്. നിന്നെ പോലെ മറ്റേ ജനിച്ചപ്പോ വായിൽ സ്വർണ്ണക്കൻ്റെ ആയിട്ട് ജനിച്ച ടീമല്ലല്ലോ നമ്മള്. ശരി ഞാൻ വിളിക്കാം. ശരി. അകത്തോട്ട് പോവാം. നീയാണ് മക്കളെ ചേട്ടന്റെ ശരിക്കുള്ള നീതി. വന്ന് നമ്മള് ഈ പണിക്ക് കേറാൻ താമസിച്ചാലും ഇറങ്ങണ നേരത്തെ അങ്ങനൊന്നും ചെയ്യരുത് ചേട്ടാ, സമയത്ത് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ ഇയാള് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അറിയില്ല. ഇവിടെ ഉണ്ട് അങ്ങോട്ട് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പണിയെടുത്തു. ചേട്ടാ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശേഷേ എത്ര ദിവസം കാണൂടെ ഈ പണി? ഈ സൈറ്റില് പണി ഒരു ഏറെക്കുറെ 10 ദിവസം കാണും.
പിന്നെന്തര് വേറെ 2-3 സൈഡിൽ പണി പിടിക്കണം. കോളേജിൽ പോണം, അതാണ് പ്രശ്നം. ഹായ് ടീ. താങ്ക് യു. സത്യം പറഞ്ഞാലേ ഞങ്ങളത് പണിക്കടയിൽ ചായയുടെ ബ്രേക്ക് എടുത്തില്ല, ടക്കൻ അടിച്ചങ്ങ് തീർത്ത്. എന്നിട്ട് ഇപ്പം പോരാ നേരത്ത് രണ്ടുപേരോട് ഒരു ചായ ഒക്കെ മേടിച്ച് കുടിച്ചിട്ട് വന്നു. അപ്പൊ ഇത് 2ാമത്തെ ചായ. എന്തായാലും ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയി കുളിച്ചോണം. അതൊക്കെ അത്രേ ഉള്ളൂ. ഒരു ദിവസം എത്ര ചായയാടേ? ചേച്ചി പിടി, ചേച്ചി പിടി. ശിവ മക്കളെ കറക്റ്റ് പറഞ്ഞാല് 600 രൂപയുള്ള 700 രൂപയുണ്ട്. കണക്കേറ്റിക്കില്ല, 700 രൂപയുണ്ട്. 10 ദിവസം പോയി കഴിഞ്ഞാൽ 7000 രൂപ, പിന്നെ 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 12000 രൂപ. കറക്റ്റ് കണക്കാണ് കേട്ടോ. 900 രൂപയാണ് കിട്ടിയത്, 200 രൂപ പോയിരിക്കണം. ഓക്കെ, ചെലവാക്കല്ലേ. എന്റെ പേര് കേശു എന്നല്ല. ഞാൻ കാശ് കിട്ടിയാലേ ഇടം വരെ നോക്കാണ്ട് ഐസ്ക്രീമും സിപ്പപ്പും ഒന്നും വാങ്ങി കളയൂല. പറഞ്ഞോട്ടൊന്നും ഞാൻ മേടിച്ചോണ്ടോ തിന്നണോ നിങ്ങളൊക്കെ തന്നെ. ഓ, ഫണ്ടിന്റെ കയ്യിൽ സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കണം, അത് മതി. എന്ത് ചേച്ചി ഇങ്ങനെ നോക്കണം? ഓ, കുറ്റബോധമാണോ? ഞാൻ പൈസ ചോദിച്ചപ്പോ എനിക്ക് പൈസ തരാൻ പറ്റില്ലെന്ന്. കുഴപ്പമില്ല, ഇനി ശരിക്കും തന്നോളൂ. നീ ഇപ്പൊ ചെയ്യുന്ന പണി സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ എന്നാ ഈസി പീസി കേസ് പറയാൻ ചോദിച്ചാ സിമ്പിൾ ആണോന്ന്. ചുമ്മാ അതായത് നമ്മള് പുട്ടി എടുക്കുന്നു, ബ്ലേഡ് ഇട്ട് 2 വര, ഭിത്തിയിലിട്ട് 2 വര, അങ്ങോട്ടൊരു തേപ്പ്, ഫ്രണ്ടിലോട്ട് തേപ്പ്, ബാക്കിലോട്ടൊരു തേപ്പ്, ഫിനിഷ് ചെയ്ത് വിടും. കഴിഞ്ഞു. അപ്പൊ ഈ മേളത്തെ തലയൊക്കെ ആരെയും? അതവൻ യവൻ ശിജി ചെയ്യുന്നേ. ഞാൻ ഈ മേളത്തെ പണിയൊന്നും എടുക്കൂല, നമ്മള് നൈസിൽ താഴത്തെ പണി മാത്രമല്ലേ ചെയ്യും. ആണല്ലേ? പിന്നെ എന്നാലേ നാളെ തൊട്ട് പോണ്ട. ഓ, എവിടെ പണിക്ക്? പണിക്കാ? എടാ, നീ സ്ഥിരം ഈ പണി ചെയ്യുന്നവനാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നീ ആണ്ടിലും കുളത്തിലേക്കല്ലേ പോകത്തുള്ളൂ. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാതെ ഈ അപകടം വിളിച്ചു ചേർത്തണേ? എന്ത് അപകടം ചേച്ചി പറയണേ? ഞാൻ മേളിൽ കയറൂല, ഞാൻ താഴെ എന്നുള്ള പണിയേ ഉള്ളൂ. ശരി, ടച്ച് വർക്കും കാര്യങ്ങൾ മാത്രം. കള്ളം പറഞ്ഞ ചെകിളടിച്ച് പൊട്ടിക്കും ഞാൻ കണ്ടടാ. നീ ആ മേളത്തെ നില തുഞ്ചത്ത് പണിയെടുക്കണത്. എന്ത് വിശ്വാസം വന്നില്ലേ? കാണിച്ചരാം. ഇത് കണ്ടോ? ഈ തുമ്പത്ത് നിന്നാണ് ഇവൻ പണിയെടുക്കുന്നത്. എന്നിട്ട് പറയാണ് സിമ്പിൾ ആണെന്ന്. കള്ളം പറയാണ്ടല്ല. കേശുടെ മേളയിൽ പണിയെടുക്കുന്ന കേശുവേ, ഇതെന്താന്നാ ഇത്? അധികം ഹൈറ്റ് ഒന്നുമില്ല, ചെറിയ ഹൈറ്റ് ഉള്ളൂ. നീ നിന്റെ ഈ കട തീർക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണിയൊക്കെ ചെയ്യുന്നേ? അത് ഞാൻ തന്നോളാം, നീ നാളെ തൊട്ട് പോകണ്ട. ഞങ്ങക്ക് നീയേ ഉള്ളൂ. എന്ത് അല്ലേ ചേച്ചി, ഇതേപോലെ എത്ര പേര് പണിയെടുക്കണേ? പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. നീ അങ്ങനെയായിരുന്നാ? ഇവിടെ ഒരു കയറ് പോലും ഇല്ല പിടിക്കാൻ. ചേച്ചി നീ ശരി സമ്മതിച്ച്, ഞാൻ റിസ്ക് എടുത്ത് തന്നെ പണിയെടുത്ത്. ഇതൊക്കെ ഒരു വലിയ റിസ്ക് ആണോ? എത്രയോ പേരുണ്ട് ഇതേപോലെ പണിക്ക് പോണവര്, എന്തൊക്കെയോ കഷ്ടതകൾ സഹിച്ച് പണിക്ക് പോകുന്നവര്. ചേച്ചി എല്ലാവരും ഇതേപോലെ സേഫ്റ്റി ബെൽറ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കണേ. ചിലവർ അതിൽ അപകടം പിടിച്ച് എത്രയോ ബ്ലേഡിൻ്റെ ഇടയിൽ കൈകയറ്റുന്നുണ്ട്. ചേച്ചി കേക്കാം. അവരുടെയൊക്കെ വീടിന് അവര് മാത്രമേ കാണുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞേ നമ്മുടെ വീടിന് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? അവരിത്രയും ധൈര്യമായിട്ട് ഓരോരോ പണികൾ ചെയ്യില്ലേ ചേച്ചി? അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ കയറി കുത്തിയിരുന്നു കഴിഞ്ഞാ അവർ മൊണ്ണയായി പോയില്ല. ചേച്ചിയുടെ അനിയൻ മൊണ്ണയാവണ പറയേച്ചി? ചേച്ചിയുടെ അനിയന് മൊണ്ണയാണാ? അല്ലല്ല. ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുത്താലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ റിസ്ക് ഒക്കെ എടുക്കാം, പക്ഷെ ഈ ജീവൻ വെച്ചുള്ള റിസ്ക് ഉണ്ടല്ലോ, അത് വേണ്ട. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ സേഫ്റ്റി വേണം. ഉറപ്പായിട്ടും കാണൂല്ലേ?